നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് തെരുവുനായ ആക്രമണം. മുൻ നഗരസഭാ ചെയർമാൻ അടക്കം 7 പേർക്ക് കടിയേറ്റു. നഗരവാസികൾ ഭീതിയിൽ. അക്ഷര വെളിച്ചമായി കാഞ്ഞിരപ്പള്ളി സഹൃദയ ലൈബ്രറി മന്ദിരം നാളെ തുറക്കും. പുതിയ മന്ദിരം പണിതത് 2.5 കോടി രൂപ ചെലവിൽ. ജില്ലാ കോൺഗ്രസ് നേതൃയോഗം കോട്ടയത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനുള്ള ജനങ്ങളുടെ വിധിയെഴുത്തെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. 8 നോമ്പ് പെരുന്നാളിന് ഒരുങ്ങിയ മണർകാട് പള്ളി. വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി VN വാസവൻ. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരത്തിൽ തെരുവുനായ ആക്രമണം. നഗരസഭാ മുൻ ചെയർമാൻ അടക്കം 7 പേർക്ക് കടിയേറ്റു. 4 പേർ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. KSRTC ഭാഗത്തിന് സമീപത്തെ കാട്ടിലേക്ക് കയറിയ നായ പുറത്തിറങ്ങിയിട്ടില്ല. കോട്ടയം നഗരമധ്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായി 7 പേരെ തെരുവുനായ ആക്രമിച്ചു. നായയുടെ ആക്രമണത്തിൽ കടിയേറ്റ മുൻ നഗരസഭാ ചെയർമാൻ PJ വർഗീസ് അടക്കം 4 പേർ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മുൻ കോട്ടയം നഗരസഭാ ചെയർമാൻ PJ വർഗീസ്, സാജൻ K ജേക്കബ്, B വർഗീസ്, VJ ഫുട്വെയർ ജീവനക്കാരൻ ഷാനവാസ് എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് ഓടിയെത്തിയ നായ ആദ്യം സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് 2 പേരെ കടിച്ചു. ഇവിടെ നിന്ന് ഓടിയ നായ മാർക്കറ്റിനുള്ളിൽ എത്തി. ഇവിടെയും ആളുകളെ കടിക്കുകയായിരുന്നു. തുടർന്ന് തിരികെ KSRTC ഭാഗത്തെത്തിയ നായ ആളുകളെ ആക്രമിക്കാൻ ഒരുങ്ങിയതോടെ നാട്ടുകാർ ചേർന്ന് പ്രതിരോധിച്ചു. തുടർന്ന് സമീപത്തെ കാട്ടിൽ ഓടിക്കയറിയ നായ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആയിരങ്ങൾക്ക് വിജ്ഞാനം പകർന്ന കാഞ്ഞിരപ്പള്ളി സഹൃദയ ലൈബ്രറിയുടെ പുതിയ മന്ദിരം നാളെ നാടിന് സമർപ്പിക്കും. വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. 2.5 കോടിയിലധികം രൂപ മുടക്കിയാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ മന്ദിരം പണിതത്. കിഴക്കൻ കേരളത്തിലെ ആദ്യകാല ലൈബ്രറികളിലൊന്നായ കാഞ്ഞിരപ്പള്ളി സഹൃദയ ലൈബ്രറിയുടെ പുതിയ മന്ദിരം ഈ മാസം 21-ന് തുറക്കും. വൈകുന്നേരം 4 മണിക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനാകും. ദേശീയപാത 183-ന്റെ ഓരത്ത് കാഞ്ഞിരപ്പള്ളി കുരിശുകവലയ്ക്ക് സമീപമാണ് 2,57,00,000 രൂപ ചെലവഴിച്ച് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പുതിയ മന്ദിരം നിർമ്മിച്ചത്. പ്രവർത്തനം തുടങ്ങി 91-ാമത്തെ വർഷമാണ് ലൈബ്രറിക്ക് ആധുനിക സംവിധാനങ്ങളടങ്ങിയ പുതിയ മന്ദിരം ഉണ്ടാകുന്നത്. 2 നിലയിൽ നിർമ്മിച്ചിട്ടുള്ള ഇതിന്റെ താഴത്തെ നില വ്യാപാര സമുച്ചയമാണ്. 1-ാം നിലയിൽ ലൈബ്രറി ഓഫീസും വായനശാലയും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസും പ്രവർത്തിക്കും. ലൈബ്രറിയിൽ 13,000-ലേറെ പുസ്തകങ്ങളുണ്ട്. 1934 ഡിസംബർ 17-ന് സഹൃദയ ലൈബ്രറി എന്ന പേരിലാണ് വായനശാല ആരംഭിച്ചത്. കാഞ്ഞിരപ്പള്ളി കരിപ്പാപ്പറമ്പിൽ കുടുംബമാണ് ഇതിനാവശ്യമായ സ്ഥലം നൽകി ഇവിടെ കെട്ടിടം നിർമ്മിച്ചത്. സഹൃദയ ലൈബ്രറിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ജനകീയ ഉത്സവമാക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2025 ആഗസ്റ്റ് മാസം 21-ാം തീയതി ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ഉദ്ഘാടനം നമ്മുടെ കുരിശ് കവലയോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കുന്ന പന്തൽ സ്റ്റേജുമുണ്ട്. അവിടെ വെച്ചാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ബഹുമാന്യനായ കേരളത്തിൻ്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. അതിനോടനുബന്ധിച്ച് ചേരുന്ന സമ്മേളനം അധ്യക്ഷനാകുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA ഡോക്ടർ N ജയരാജ്. നമ്മുടെ ബഹുമാന്യനായ MP മുഖ്യപ്രഭാഷണം നടത്തും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പകൽ 2 മണിക്ക് കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂൾ പടിക്കൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പനെ കൂടാതെ വൈസ് പ്രസിഡന്റ് സുമി ഇസ്മായിൽ, പഞ്ചായത്ത് അംഗങ്ങളായ റിജോ വാളാന്തറ, VN രാജേഷ്, മഞ്ജു മാത്യു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കോട്ടയം ജില്ലാ കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവിധിയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ജില്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, KPCC മെമ്പർമാർ, പോഷക സംഘടന ജില്ലാ പ്രസിഡന്റുമാർ എന്നിവരുടെ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും UDFും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ വിപുലമായ മണ്ഡലം യോഗങ്ങളും 25, 26, 27 തീയതികളിൽ വാർഡ് നേതൃയോഗങ്ങളും നടക്കും. ഓഗസ്റ്റ് 29, 30, 31 തീയതികളിൽ കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ വാർഡ് തലത്തിൽ വിപുലമായ ഭവന സന്ദർശനവും നടത്തും. ഭവന സന്ദർശനത്തോടനുബന്ധിച്ച് ഫണ്ട് ശേഖരണവും നടക്കുമെന്ന് KPCC പ്രസിഡന്റ് അറിയിച്ചു. ദേശീയ തലത്തിൽ ജനാധിപത്യത്തിന്റെ പ്രാണവായു സ്വതന്ത്രമായ നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് എങ്കിൽ
അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുറ്റമറ്റ വോട്ടർ പട്ടിക തന്നെയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അസംബ്ലി പാർലമെന്റ് ഇലക്ഷനുകളാണെങ്കിലും ഏത് തെരഞ്ഞെടുപ്പിലും കുറ്റമറ്റ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പിന്റെ നീതിപൂർവമായ നിർവഹണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷനായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, KC ജോസഫ്, കുര്യൻ ജോയ്, ജോസഫ് വാഴയ്ക്കൻ, ജോസി സെബാസ്റ്റ്യൻ, PA സാലിം, ടോമി കലാനി, ജോഷി ഫിലിപ്പ് ജോസഫ്, കുഞ്ഞ് ഇല്ലമ്പള്ളി, TD പ്രദീപ് കുമാർ, PR സോന, A സനീഷ് കുമാർ, മോഹൻ K നായർ, റോണി K ബേബി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തി. തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പെരുന്നാളിന് സുരക്ഷ ഒരുക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കും. സെപ്റ്റംബർ 6 മുതൽ 8 വരെ കൂടുതൽ പോലീസിനെ നിയോഗിക്കും. ഷാഡോ പോലീസിനെയും നിയോഗിക്കും. പോലീസ് ഔട്ട് പോസ്റ്റും സ്ഥാപിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ്, റവന്യൂ, എക്സൈസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. പെരുന്നാൾ ദിവസങ്ങളിൽ എക്സൈസ് കൺട്രോൾ റൂം തുറക്കും. എക്സൈസിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പരിശോധനകൾ നടത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. പോലീസുമായി ചേർന്ന് സംയുക്ത പരിശോധനയും നടത്തും. തടസ്സരഹിതമായ വൈദ്യുതി ലഭ്യമാക്കാൻ KSEB ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ആംബുലൻസ് സേവനവും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മേഖലയിലെ മാലിന്യ നീക്കത്തിന് ശുചിത്വ മിഷനുമായി ചേർന്ന് നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിനെ ചുമതലപ്പെടുത്തി. ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും മന്ത്രി നിർദ്ദേശം നൽകി. ചരിത്രപ്രസിദ്ധമായ ഒരു തിരുനാളാണ് 8 നോമ്പ് തിരുനാൾ. കേരളമാകെ ശ്രദ്ധിക്കുന്ന, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവരും ശ്രദ്ധിക്കുന്ന ഈ 8 നോമ്പ് തിരുനാൾ ഭംഗിയായി, ഫലപ്രദമായി, എല്ലാ വർഷത്തേക്കാളും വിജയകരമായി നടത്തുന്ന രൂപത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഏകോപനം. അപ്പോൾ അതിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നല്ല രൂപത്തിൽ സഹകരിക്കും. പ്രത്യേകിച്ച് കളക്ടറും സബ് കളക്ടറും എല്ലാം രംഗത്തുണ്ട്. ADM ഉണ്ട്, SPയും DYSPയും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഞാനും ഉണ്ടാവും സ്ഥലത്ത്. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയും സബ് കളക്ടറെയും ചുമതലപ്പെടുത്തി. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പിനും ഗ്രാമപഞ്ചായത്തിനും മന്ത്രി നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, മണർകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം റെജി M ഫിലിപ്പോസ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത്, സബ് കളക്ടർ ആകാശ് ഗോയൽ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KR അജയ്, കാഞ്ഞിരപ്പള്ളി DYSP സാജു വർഗീസ്, ജില്ലാ ഫയർ ഓഫീസർ SK ബിജുമോൻ, ജില്ലാ സപ്ലൈ ഓഫീസർ B സജിനി, കോട്ടയം തഹസീൽദാർ SN അനിൽകുമാർ, കത്തീഡ്രൽ സഹവികാരി ഫാദർ ലിറ്റു ജേക്കബ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജില്ലാ ക്ഷീരകർഷക സംഗമവും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ ഓണമധുരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഈ മാസം 21 മുതൽ 23 വരെ തമ്പലക്കാട്ട് നടക്കും. 23-ന് രാവിലെ 11:30 മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ക്ഷീരകർഷക സംഗമവും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ ഓണമധുരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഈ മാസം 21, 22, 23 തീയതികളിൽ തമ്പലക്കാട്ട് നടക്കും. 23-ാം തീയതി രാവിലെ 11:30 മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് MLA, ആന്റോ ആന്റണി MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ തുടങ്ങിയവർ പങ്കെടുക്കും. ക്ഷീരവികസന വകുപ്പ്, കോട്ടയം ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ, മിൽമ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ, കേരള ഫീഡ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ തമ്പലക്കാട് നോർത്ത് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ തമ്പലക്കാട് സെന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, തമ്പലക്കാട് ഗവൺമെന്റ് LP സ്കൂൾ, കാഞ്ഞിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വക, തമ്പലക്കാട് പള്ളിക്കവലയ്ക്ക് സമീപമുള്ള സ്ഥലം എന്നിവിടങ്ങളിലായാണ് വിവിധ പരിപാടികൾ നടത്തുന്നത്. ജില്ലയിലെ 72 പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന 272 ക്ഷീരസംഘങ്ങളിലെ കർഷകർ പങ്കെടുക്കും. നാളെ രാവിലെ 10:30-ന് ക്ഷീരയാനം വിളംബര ജാഥ തമ്പലക്കാട് ക്ഷീരസംഘം പരിസരത്തു നിന്നും ആരംഭിക്കും. 22-ന് രാവിലെ തമ്പലക്കാട് നോർത്ത് ക്ഷീരസംഘം വളപ്പിൽ സംഘം പ്രസിഡന്റ് KR സുരേഷ് പതാക ഉയർത്തും. തുടർന്ന് കന്നുകാലി പ്രദർശന മത്സരവും ഡയറി എക്സിബിഷനും നടക്കും. ഈ ക്ഷീരസംഗമത്തിന് വികസന വകുപ്പ് കോട്ടയം ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ, മിൽമ,
ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ ഇത് സഹകരണ സംഘങ്ങൾ, ക്ഷീര സഹകരണ സംഘങ്ങളോട് സംയുക്തമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഇതിന്റെ ഉദ്ഘാടന യോഗം നടക്കുന്നത് 2025 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ബഹുമാനിയായ മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അവരുകളാണ് നടത്തുന്നത്. 23-ന് രാവിലെ 9:30 സെന്റ് തോമസ് പള്ളി പാരിഷ് നടത്തുന്ന ക്ഷീരവികസന സെമിനാർ ഡോക്ടർ DK ദീപക് മാത്യു നയിക്കും. മികച്ച ക്ഷീര കർഷകരെ പൊതുസമ്മേളനത്തിൽ ആദരിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി, ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡയറക്ടർ CR ശാരദ, ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ ജാക്ലിൻ ഡൊമിനിക് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഗതാഗത കുരുക്കിൽ വലിഞ്ഞ് കാഞ്ഞിരപ്പള്ളി ടൗൺ. ബുധനാഴ്ച രാവിലെ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. തമ്പലക്കാട് റോഡിലേക്ക് തിരിയുന്ന കുരിശങ്കൽ ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, ഈരാറ്റുപേട്ട റോഡ്, ദേശീയപാതയിൽ പ്രവേശിക്കുന്ന പേട്ടക്കവല എന്നിവിടങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന യാത്രക്കാരുടെ പ്രതീക്ഷ. എന്നാൽ 2 മാസത്തോളമായി ബൈപ്പാസിന്റെ പണികൾ സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവച്ചിരിക്കുകയാണ്. വസ്തുവിന്റെ പോക്കുവരവ് ചെയ്തു നൽകാത്ത റവന്യൂ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് മീനച്ചിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം. 78 വയസ്സുകാരൻ ചാക്കോയും ഭാര്യയുമാണ് ധർണ നടത്തിയത്. വസ്തുവിന്റെ പോക്കുവരവ് ചെയ്തു നൽകാത്ത റവന്യൂ അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് മീനച്ചിൽ താലൂക്ക് ഓഫീസിന് മുൻപിൽ 78 വയസ്സുകാരൻ നീലൂർ പൂവേലിയിൽ ചാക്കോയും ഭാര്യ ഡെയ്സിയും ധർണാ സമരം നടത്തി. ബധിരനും മൂകനുമാണ് ചാക്കോ. 1986-ൽ രാമപുരം രജിസ്റ്റർ ഓഫീസിൽ വിലയാധാരപ്രകാരം വാങ്ങിയ ഭൂമി പിന്നീട് നടന്ന റീസർവേ സമയത്ത് അന്നത്തെ റവന്യൂ അധികാരികൾ സ്ഥാപിത താൽപര്യാർത്ഥം കൃത്രിമ രേഖകൾ ഉണ്ടാക്കി തൽപര കക്ഷികൾക്ക് പോക്കുവരവ് ചെയ്ത് നൽകിയിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട ഭൂമി തിരികെ ലഭിക്കുന്നതിനായി 2008 മുതൽ സർക്കാരിന്റെ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുകയും ഒപ്പം തന്നെ റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, കോടതി എന്നിവിടങ്ങളിൽ പരാതികൾ നൽകുകയും ചെയ്തു. 2017-ൽ താലൂക്ക് ഓഫീസിന് മുൻപാകെ നടത്തിയ സമരത്തെ തുടർന്ന് 2018-ൽ RDO തെറ്റായി ചെയ്ത പോക്കുവരവ് റദ്ദാക്കി. ഇതിനുശേഷവും പോക്കുവരവ് ചെയ്ത് നൽകാത്ത അധികാരികൾക്കെതിരെയാണ് ഇവർ പ്രതിഷേധിച്ചത്. ജില്ലാ കളക്ടറുടെയും കോടതിയുടെയും ഉത്തരവുകൾ ലഭിച്ചിട്ടും ഉത്തരവ് പോലും അധികൃതർ മാനിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. 2018 ഞങ്ങളോട് ഇതിന് മുമ്പ് വന്നിരുന്നായിരുന്നു. ഞങ്ങളുടെ വസ്തു ചാക്കോയുടെ പേര് തരുന്ന വസ്തു അനിയൻ്റെ പേരിലോട്ട് തെറ്റായിട്ട് പോക്കുവരവ് ചെയ്തു. അപ്പോൾ ആ തെറ്റായ പോക്കുവര് അത് വേറെ 3 പേർക്കും കൂടെ അവർ കൈമാറ്റം നടത്തി. ആ കൈമാറ്റം റദ്ദ് ചെയ്താൽ മാത്രമേ യഥാർത്ഥ സ്ഥിതിയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ചാക്കോയ്ക്ക് പോക്കുവരവ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് 2017 കൊടുക്കുന്ന തഹസിൽദാർ ആദ്യമൊക്കെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ അത് റദ്ദ് ചെയ്തിട്ടും ഞങ്ങളുടെ വസ്തു ഞങ്ങൾക്ക് നാളെ ഇതുവരെയായിട്ട് തിരിച്ചു വന്നില്ല. കളക്ടർ ഉത്തരവിട്ടു, RDOയുടെ ഉത്തരവ് വന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 പ്രാവശ്യം ഉത്തരവിട്ടു. ഇടക്കാല ഉത്തരവ് പറഞ്ഞ് ചാക്കോയ്ക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കുന്നതിന് കേസ് തടസ്സമല്ല. അങ്ങനെ പല ഉത്തരവുകൾ വന്നിട്ടും ഞങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ പോക്കുവരവ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഞങ്ങൾക്ക് ഇവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സമരസ്ഥലത്തെത്തിയ തഹസിൽദാർ ജിൻഡ ജോസഫ് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പോക്കുവരവ് ചെയ്ത് നൽകുമെന്ന് ഉറപ്പു നൽകി സമരം അവസാനിപ്പിച്ചു. പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. കുരുമുളക് കൃഷിയിൽ വിജയഗാഥ രചിച്ച എലിക്കുളം പഞ്ചായത്തിലെ കർഷകൻ CJ കുരുവിളയെ ഇനി പരിചയപ്പെടാം. ഇദ്ദേഹം വികസിപ്പിച്ച ചീരാങ്കുഴി ബ്ലാക്ക് ഗോൾഡ് എന്ന കുരുമുളക് ഇനത്തിന് ആവശ്യക്കാർ ഏറെയാണ്. എലിക്കുളം പഞ്ചായത്തിലെ കർഷകൻ കൂരാലി ചീരാങ്കുഴിയിൽ CJ കുരുവിളയുടെ കുരുമുളക് തൈ നിറഞ്ഞ നഴ്സറിയാണിത്. കുരുമുളക് കൃഷിയിൽ തന്റേതായ സംഭാവനയിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയാണ് CJ കുരുവിള. പാരമ്പര്യമായി കൃഷിക്കാരായിരുന്നു കുരുവിളയുടെ കുടുംബം. എല്ലായിനം കൃഷികളും ചെയ്തിരുന്നു എങ്കിലും കോവിഡ് കാലത്താണ് കുരുമുളക് കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയത്. എലിക്കുളം കൃഷിഭവന്റെ പിന്തുണയോടെ കൂരാലി ഫേസിന്റെ സഹകരണത്തിൽ സുഗന്ധവ്യഞ്ജന നഴ്സറി ആരംഭിച്ചു. തുടർന്ന് നാടിന്റെ തനത് കുരുമുളക് ഇനമായ ചീരാങ്കുഴി ബ്ലാക്ക് ഗോൾഡ് വികസിപ്പിച്ചു. കുരുമുളകിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ദ്രുതവാട്ടത്തിനെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട് ചീരാങ്കുഴിക്ക്. പുഞ്ചക്കൊടി എന്ന കുരുമുളക് ഇനവും കരിമുണ്ടയുടെ സെലക്ഷൻ ഇനവും ഒരു താങ്ങുകാലിൽ കൂട്ടി നട്ടു. ഇതിലുണ്ടായ വിത്തുകൾ ശേഖരിച്ച് നട്ട് ഗുണനിലവാരം നിരീക്ഷിച്ച ശേഷമാണ് ചീരാങ്കുഴി ബ്ലാക്ക് ഗോൾഡിലേക്ക് എത്തുന്നത്. 2 തണ്ടുള്ള തൈക്ക് 60 രൂപയും താങ്ങുകാലിന് 25 രൂപയുമാണ് നഴ്സറിയിൽ വില. ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരാണ് കൂടുതലായും തൈകൾ വാങ്ങുന്നത്. നന്നായി പരിചരിച്ചാൽ 1 വർഷം കൊണ്ട് മികച്ച വിളവ് നേടാൻ കഴിയുമെന്ന് CJ കുരുവിള പറയുന്നു. കൊടി 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം വളർച്ച
കരിമുണ്ടയുടെ ക്രോസാണ്. എന്നാലും കരിമുണ്ടയുടെ കാട്ടിലും വളരെയധികം വളർച്ച കൂടുതലുണ്ട്. തിരിക്ക് നീളം കൂടുതലുണ്ട് കരിമുണ്ടക്കാട്ടിൽ. അതുപോലെ തന്നെ കോത്തലിൻ്റെ നീളവും മണിപിടുത്തവും കൂടുതൽ. പിന്നെ കരിമുണ്ട സാധാരണ ഒരാൾ പൊക്കം 6 അടി 7 അടി പൊക്കമൊക്കെ ആകുമ്പോഴാണ് കണ്ണി കുത്തുന്നത്. ഇറക്കി പതിക്കേണ്ടത് വരുന്നുണ്ട്. അതേസമയം ഈ കൊടി ഒരു 1.5 അടി പൊക്കത്തിൽ 1 അടി 1.5 അടിയൊക്കെ പൊക്കത്തിൽ കണ്ണി കുത്തും. അതുകൊണ്ട് ഇറക്കി പതിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. കണ്ണി നേരത്തെ കുത്തുന്നതുകൊണ്ട് നേരത്തെ തന്നെ കായുമാവും. കൂടാതെ തമിഴ്നാട്ടിലും കർണാടകയിലും തൈകൾ എത്തിക്കുന്നുണ്ട്. താങ്ങുകാലിൽ വളർത്താവുന്ന തൈകൾക്ക് പുറമെ കാട്ടുതിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് തൈകളും ചീരാങ്കുഴി നഴ്സറിയിൽ ലഭിക്കും. 2 വർഷം മുൻപ് എലിക്കുളത്തെത്തിയ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് കുരുമുളക് തൈക്ക് ചീരാങ്കുഴി ബ്ലാക്ക് ഗോൾഡ് എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യുകയും ചെയ്തു. എലിക്കുളം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയിയാണ് ഏറെ സവിശേഷതകളുള്ള ഈ കുരുമുളക് നാടിന് പരിചയപ്പെടുത്തിയത്. 4000-ഓളം തൈകൾ ഇപ്പോൾ നഴ്സറിയിലുണ്ട്. കുരുമുളക് തൈയിടാൻ ആഗ്രഹിക്കുന്ന കർഷകർ കേട്ടറിഞ്ഞു വാങ്ങാതെ ചെടി കണ്ട് നേരിട്ട് മനസ്സിലാക്കി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്ന് കണ്ടറിഞ്ഞു വാങ്ങണമെന്ന് CJ കുരുവിള പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ മിനി സിവിൽ സ്റ്റേഷനിൽ ഓണം ഖാദി മേള നടന്നു. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് അനുവദിച്ചിരുന്നു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷനിൽ ഏകദിന ഓണം ഖാദി മേള നടന്നു. മീനച്ചിൽ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് മേള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഖാദി ബോർഡ് അംഗം KS രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഖാദി ബോർഡ് അംഗം സാജൻ തൊടുക മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനു ആദ്യ വിൽപ്പനയും ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ്മ ബോസ് സമ്മാന കൂപ്പൺ ഉദ്ഘാടനവും നിർവഹിച്ചു. ഖാദി തുണിത്തരങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിരുന്നു. ഖാദി ഷർട്ട്, മുണ്ടുകൾ, കൊട്ടാടി തോർത്ത്, ജൂട്ട് സിൽക്ക് സാരി, കുപ്പടം സാരി, കോട്ടൺ സാരി, ചുരിദാർ സെറ്റുകൾ, ബെഡ്ഷീറ്റ്, ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, പശ തുടങ്ങിയവയും മേളയിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ഓർത്തഡോക്സ് സഭയുടെ ചാരിറ്റി വിഭാഗമായ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 23-ന് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആർദ്രയുടെ രക്ഷാധികാരിയായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ചികിത്സാ ഉപകരണങ്ങളുടെ വിതരണം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഔദ്യോഗികമായ ഉദ്ഘാടനം അടുത്ത ശനിയാഴ്ച 23-ാം തീയതി ശനിയാഴ്ച ഈ സൊസൈറ്റി ആരംഭിച്ച പരിശുദ്ധ കാതോലിക്ക ബാവ, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കബറടങ്ങിയിരിക്കുന്ന ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് ആശ്രമത്തിൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഉദ്ഘാടനം ശ്രീ KB ഗണേഷ് കുമാർ മന്ത്രി നിർവഹിക്കുന്നതാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA ആ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്ത് തെരുവുനായ ആക്രമണം. മുൻ നഗരസഭാ ചെയർമാൻ അടക്കം 7 പേർക്ക് കടിയേറ്റു. നഗരവാസികൾ ഭീതിയിൽ. അക്ഷര വെളിച്ചമായി കാഞ്ഞിരപ്പള്ളി സഹൃദയ ലൈബ്രറി മന്ദിരം നാളെ തുറക്കും. പുതിയ മന്ദിരം പണിതത് 2.5 കോടി രൂപ ചെലവിൽ. ജില്ലാ കോൺഗ്രസ് നേതൃയോഗം കോട്ടയത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനുള്ള ജനങ്ങളുടെ വിധിയെഴുത്തെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. 8 നോമ്പ് പെരുന്നാളിന് ഒരുങ്ങി മണർകാട് പള്ളി. വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.